നമസ്കാരം. നാട്ചന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പുരികത്തിൽ നിന്നാണ്. പലരെയും അലട്ടുന്ന പ്രശ്നമാണ് പുരികത്തിന് കട്ടി കുറയുന്നത്. ആദ്യമായി നമുക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാം. ആവണക്കെണ്ണ ഉപയോഗിച്ചുള്ള മസാജിംഗ്. രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് പുരട്ടണം. ആവണക്കെണ്ണയിലെ റിച്ചിനോളേക്ക് ആസിഡ്, വിറ്റമിൻ ഇ എന്നിവ രോമകൂപങ്ങളെ പോഷിപ്പിച്ച് പുരികം വേഗത്തിലും കട്ടിയായും വളരാൻ സഹായിക്കുന്നു. ഇത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവസവും രാത്രി കിടക്കുന്നതിനു മുൻപ് പുരികത്തിൽ ആവണക്കെണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നത് പുരികം പെട്ടെന്ന് കട്ടിയാക്കാൻ ഉത്തമമാണ്. ഉപയോഗിക്കേണ്ട രീതി: ഉറങ്ങുന്നതിനു മുൻപ് മുഖം വൃത്തിയാക്കുക. അല്പം ആവണക്കെണ്ണ വിരൽത്തുമ്പിലോ കോട്ടൺ പാഡിലോ എടുക്കുക. പുരികങ്ങളിൽ മൃദുവായി മസാജ് ചെയ്യുക. രാത്രി മുഴുവൻ വെച്ച ശേഷം അടുത്ത ദിവസം രാവിലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അടുത്തതായി ഉള്ളിനീര്. ഉള്ളിനീര് പുരികം വേഗത്തിൽ വളരാൻ ഉള്ളിനീർ സഹായിക്കുന്നു. ഉള്ളിനീരിലെ ഉയർന്ന സൾഫർ അംശം പുരികം വേഗത്തിൽ വളരാനും കട്ടി കൂട്ടാനും സഹായിക്കുന്നു. ഈ സൾഫർ രോമകൂപങ്ങളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടി വളർച്ചയ്ക്കാവശ്യമായ കൊലാജൻ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഉള്ളിനീരിലെ ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ പുരികത്തിലെ അണുബാധ തടയാനും സഹായിക്കുന്നു. ഉപയോഗിക്കേണ്ട രീതി: കോട്ടൺ പഞ്ഞിയോ ക്യൂ-ടിപ്പോ ഉപയോഗിച്ച് പുരികത്തിൽ പുരട്ടുക. ഏകദേശം 15 മുതൽ 30 വരെ മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വെച്ച ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂവോ വെള്ളമോ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇത് ആഴ്ചയിൽ 2 മുതൽ 3 വരെ തവണ ചെയ്യുന്നത് നല്ല ഫലം നൽകും. ഉള്ളിനീര് പുരട്ടിയ ശേഷം കണ്ണിന് ചുറ്റും റോസ് വാട്ടർ ഉപയോഗിച്ച് തുടയ്ക്കാവുന്നതാണ്. ഉള്ളിനീര് കണ്ണിൽ പോകാതെ സൂക്ഷിക്കുക. ചർമ്മത്തിൽ അലർജിയോ അസ്വസ്ഥതയോ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യം ചെറിയ ഭാഗത്ത് പരീക്ഷിച്ചു നോക്കുക. എല്ലാ ഭക്ഷണത്തിലും മാക്രോന്യൂട്രിയന്റുകളും മൈക്രോന്യൂട്രിയന്റുകളും ഉണ്ട്. കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ മാക്രോന്യൂട്രിയന്റുകളാണ്. ഇവ പോഷകാഹാരത്തിന്റെ അവശ്യ ഘടകങ്ങളാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തിന് വലിയ അളവിൽ ഓരോന്നും ആവശ്യമാണ്. വൈറ്റമിനുകളും ധാതുക്കളും മൈക്രോന്യൂട്രിയന്റുകളാണ്. മാക്രോന്യൂട്രിയന്റുകൾ പോലെ തന്നെ അവ ആരോഗ്യത്തിന് ഒരുപോലെ നിർണായകമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.